ഹേ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഒരു സിനിമ ലോകമെമ്പാടുമുള്ള ആൾക്കാരെ ഒരു പുസ്തകം വായിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? സാധാരണയായിട്ടുണ്ടാവില്ല. പക്ഷേ ക്രിസ്റ്റഫർ നോളൻ അങ്ങനെ ഒരു സംവിധായകനാണ്. ഒരു സിനിമ റിലീസാവുന്നതിന് മുമ്പ് അതിൻ്റെ കഥ മനസ്സിലാക്കാൻ ലോകം മുഴുവൻ ഒരു 3000 വർഷം പഴക്കമുള്ള ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങുന്നു. അത് എത്ര വലിയ കഥയായിരിക്കും? അതാണ് ക്രിസ്റ്റഫർ നോളൻ്റെ നാളെ റിലീസാവാൻ പോകുന്ന ദ ഒഡീസി എന്ന് പറയുന്ന സിനിമ. ലോകത്ത് സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആവശ്യത്തിലാണ്. ചിലർ ഇതിനകം തന്നെ ഹോമർ 2700 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ദ ഒഡീസി എന്ന് പറയുന്ന പുസ്തകം വാങ്ങി വായിക്കാൻ തുടങ്ങുന്നു. ഞാനും അങ്ങനെ ഒരാളാണ്. എനിക്ക് ആക്ച്വലി ഈ മൂവി ഇറങ്ങുന്നതിന് മുമ്പ് ഈ പുസ്തകം മുഴുവനും വായിച്ച് തീർന്നിട്ട് പോയി കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഹോമറുടെ ഈ പുസ്തകം എന്ന് പറയുന്നത് 24 പുസ്തകങ്ങളുടെ ഒരു അഗ്രിഗേഷനാണ്. ഞാനതിൽ ഓൾറെഡി എനിക്ക് 9 to 10 ബുക്സ് ഞാൻ വായിച്ചു. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് എവറിത്തിങ് ബിഫോർ ഐ വാച്ച് ദിസ് മൂവി. ബട്ട് അറ്റ്ലീസ്റ്റ് ഇറ്റ് ഗേവ് മീ എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ്. ചിലർ ഇതിനോടകം തന്നെ ഗ്രീക്ക് പുരാണങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. നോളൻ്റെ സിനിമകൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവുന്നതല്ല. മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും കാണേണ്ട സിനിമകളാണ് ഇൻസെപ്ഷൻ, ഇൻ്റർസ്റ്റെല്ലർ, പ്രസ്റ്റീജ്, ഓപ്പൺഹൈമർ, അതുപോലെയുള്ള മൂവീസ് എല്ലാം കണ്ടവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇത്തവണ നോളൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു സൂപ്പർ ഹീറോയെയോ ഒരു യുദ്ധത്തെയോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനെയോ അല്ല, മറിച്ച് ലോകചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള മഹാകാവ്യങ്ങളിൽ ഒന്നായ ഹോമർ 2700 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ദ ഒഡീസി എന്ന് പറയുന്ന പുസ്തകമാണ്. ഇന്നത്തെ ലോകത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. 2700 വർഷങ്ങൾ പിന്നിലേക്ക്, പുരാതന ഗ്രീസിലേക്ക്. അന്നത്തെ ലോകം ഇന്നത്തെ രാജ്യങ്ങളെപ്പോലെയല്ല. ഗ്രീസ് എന്നൊരു ഏകീകൃത രാജ്യം പോലും അന്ന് ഉണ്ടായിരുന്നില്ല. ഏതൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബ്സ്, അങ്ങനെ 100 കണക്കിന് ചെറിയ നഗര രാജ്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓരോ രാജ്യത്തിനും സ്വന്തം രാജാവ്, സ്വന്തം സൈന്യം, സ്വന്തം നിയമങ്ങൾ. പക്ഷേ ഈ രാജ്യങ്ങളെയെല്ലാം ഒന്നിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു: അവരുടെ കഥകൾ. പുസ്തകങ്ങൾ പോലും ഒരു 2700-3000 വർഷങ്ങൾക്ക് മുമ്പ് വളരെ അപൂർവമായിരുന്നു. അതിനാൽ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ചരിത്രങ്ങൾ അവർ കൈമാറിയത് കഥകളിലൂടെ ആയിരുന്നു. സോ ഈ ഒഡീസി എഴുതിയത് ഹോമർ എന്നാണ് വിശ്വാസം. ഹോമർ ആരായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ലോക സാഹിത്യത്തിൻ്റെ പിതാവ് എന്ന് പലരും വിശേഷിപ്പിക്കുന്ന ഒരു മഹാകവി. ശരിക്കും അദ്ദേഹം യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നോ? അല്ലെങ്കിൽ പല കവികളുടെ കൂട്ടായ പേരാണോ ഈ ഹോമർ? അതും ഉറപ്പില്ല. അദ്ദേഹം അന്ധനായിരുന്നുവെന്ന് ചില പരമ്പരാഗത വിശ്വാസങ്ങളുണ്ട്. അതും ഉറപ്പില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: ലോക സാഹിത്യത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനുഷ്യരിൽ ഒരാളാണ് ഹോമർ. അദ്ദേഹത്തിൻ്റെ 2 മഹാകാവ്യങ്ങൾ, ദ ഇലിയാഡ്, മറ്റൊന്ന് ദ ഒഡീസി, ഇന്നും ലോകത്തിലെ എല്ലാ പ്രധാന സർവകലാശാലകളിലും പഠിപ്പിക്കപ്പെടുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം: ഒഡീസി എന്ന് പറയുന്നത് ഒരു ചരിത്ര പുസ്തകമല്ല. ഇത് ഗ്രീക്ക് പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയ ഒരു മഹാകാവ്യമാണ്. അതായത് ഇതിൽ യഥാർത്ഥ രാജാക്കന്മാരും ഉണ്ടാകും, യഥാർത്ഥ യുദ്ധങ്ങളുണ്ടാകാം. പക്ഷേ അതോടൊപ്പം ദേവന്മാരും അമാനുഷിക ജീവികളും അത്ഭുത സംഭവങ്ങളും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. എന്നാൽ ഒരു ചോദ്യം: ക്രിസ്റ്റഫർ നോളൻ എന്തിനാണ് ഈ കഥ തന്നെ തിരഞ്ഞെടുത്തത്? 2700 വർഷം പഴക്കമുള്ള ഈ പുസ്തകം ഇന്നും ലോകത്തെ സ്വാധീനിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ: ഈ കഥ. ഇത് ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള കഥയല്ല, ഒരു രാജാവിനെക്കുറിച്ചുമുള്ള കഥയല്ല. ഇത് വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ്. അതായത് ഒഡീസിസ് ആണ് ഈ കഥയിലെ ഹീറോ. ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി എന്ന് പറയുന്ന മൂവിയിൽ ഈ ഒഡീസിയസ് ആയിട്ട് അഭിനയിക്കുന്നത് മാറ്റ് ഡെമൺ ആണ്. പക്ഷേ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങാൻ എന്തുകൊണ്ട് 20 വർഷം എടുത്തു? അതാണ് ഒഡീസി എന്ന് പറയുന്ന കഥയുടെ ബാക്ക്ഗ്രൗണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒഡീസി തുടങ്ങുന്നതിന് മുമ്പ് 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ യുദ്ധങ്ങളിലൊന്നിലേക്ക് പോകണം: ദ ട്രോജൻ വാർ. നമ്മൾ ഈ ട്രോജൻ വാറിനെ പറ്റി മുമ്പ് പല മൂവീസിൽ അല്ലെങ്കിൽ പല ബുക്കുകളിലും നമ്മൾ ഇതിൻ്റെ റെഫറൻസസ് ഉണ്ട്. 2004 പുറത്തിറങ്ങിയ ദ ട്രോയ് എന്ന് പറയുന്ന ബ്രാഡ് പിറ്റിൻ്റെ അമേസിങ് മൂവിയിൽ ഈ ട്രോയ് നഗരം എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റോറി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ട്രോയ് എന്ന് പറയുന്ന മൂവിയിൽ അത് എക്സാക്റ്റ് ചരിത്രത്തിൻ്റെ ഒരു ആവിഷ്കരണമായിരുന്നില്ല. അതിൽ ഫോർ ഇൻസ്റ്റൻസ് മെനലോസ് എന്ന് പറയുന്ന കിങ്
ഹെലൻ എന്ന് പറയുന്ന രാജകുമാരിയുടെ ഭർത്താവായ മെനലോസ് എന്ന് പറയുന്ന രാജാവ് ആ ട്രോയ് മൂവിയിൽ കൊല്ലപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവൻച്വലി നമ്മൾ ഗ്രീക്ക് പുരാണത്തിൽ മെനലോസ് എന്ന് പറയുന്ന രാജാവ് കൊല്ലപ്പെട്ടിട്ടില്ല. സോ ഒഡീസി എന്ന് പറയുന്ന മൂവിയിലും ക്രിസ്റ്റഫർ നോളൻ നാളെ അവതരിപ്പിക്കുമ്പോൾ മെനലോസ് എന്ന് പറയുന്ന കഥാപാത്രം ജീവനോടെ ഉണ്ടാവും. സോ പല മൂവീസിലും നമ്മൾ ഇതിൻ്റെ ട്രോജൻ വാർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, പല വേർഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് വൺ ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട്, ദ ട്രോജൻ വാർ. സോ ഞാൻ ഈ വീഡിയോയിൽ ഹോമറിൻ്റെ ഒഡീസി മുഴുവൻ പറഞ്ഞു തരുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്താൽ ക്രിസ്റ്റഫർ നോളൻ്റെ ഈ സിനിമയിലെ പല അത്ഭുതങ്ങളും മുൻകൂട്ടി പറഞ്ഞു പോകും. ഈവൻ ദോ ഞാൻ ഒഡീസി എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു പകുതി മുകൾ ഭാഗത്തോളം വായിച്ചിട്ടുണ്ട് എങ്കിലും ഈ വീഡിയോയുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ ആസ്വദിക്കാനും നിങ്ങൾ അറിയേണ്ട എല്ലാ പ്രധാന പശ്ചാത്തല വിവരങ്ങളും ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനും വളരെ ലളിതമായിട്ട് പറയുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ദ ഒഡീസി ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മഹാകാവ്യങ്ങളിൽ ഒന്ന്. ഇത് ഏകദേശം BC 8-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണെന്നാണ് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. ഹോമർ 2700 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ പുസ്തകം 100 കണക്കിന് പുസ്തകങ്ങൾ, നാടകങ്ങൾ, ചിത്രങ്ങൾ, ഒപ്പേറകൾ, ടെലിവിഷൻ സീരീസ്, സിനിമകൾ ഇതെല്ലാത്തിനും ഏതെങ്കിലും രീതിയിൽ ഒഡീസിയിൽ നിന്ന് പലതരത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടവയാണ്. ഇപ്പോൾ ക്രിസ്റ്റഫർ നോളൻ ആ പട്ടികയിൽ പുതിയൊരു അധ്യായം ചേർക്കുകയാണ്. പക്ഷേ പലരും കരുതുന്നത് ഒഡീസി എന്ന് പറയുന്നത് ട്രോജൻ യുദ്ധത്തിൻ്റെ കഥയെന്നാണ്. പക്ഷേ അല്ല. ട്രോജൻ യുദ്ധത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു മഹാകാവ്യമുണ്ട്. അതിൻ്റെ പേരാണ് ദ ഇലിയാഡ്. ഹോമർ തന്നെ എഴുതിയ ദ ഇലിയാഡ്. ട്രോജൻ യുദ്ധത്തിൻ്റെ അവസാന ഭാഗങ്ങളെക്കുറിച്ചുള്ള കഥയാണ് ദ ഇലിയാഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്. ഓഫ് കോഴ്സ് ട്രോയ് മൂവി കണ്ടവർക്ക് അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ ഡെഫിനറ്റ്ലി അറിയാമായിരിക്കും. എന്നാൽ ദ ഒഡീസി എന്ന് പറയുന്ന പുസ്തകം ട്രോജൻ വാർ കഴിഞ്ഞതിന് ശേഷം ഉള്ള കാര്യങ്ങളെ പറ്റിയാണ് അതിൽ വിവരിക്കുന്നത്. ഇൻഫാക്റ്റ് യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ദ ഒഡീസി ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം, യുദ്ധം കഴിഞ്ഞല്ലോ, പിന്നെ എന്താണ് റെലവൻസ്? അപ്പോൾ കഥ എവിടെയാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് ഒഡീസിയുടെ മഹത്വം. ഇത് യുദ്ധത്തെക്കുറിച്ചല്ല, ഇത് വീട്ടിലേക്ക് മടങ്ങാനുള്ള ശ്രമത്തെക്കുറിച്ചാണ്. അതാണ് ഈ കഥയുടെ ഒരു ക്യാച്ചിങ് പോയിൻ്റ്. നമ്മളെല്ലാവരും സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഈ കഥയുടെ നായകൻ ഒഡീസിയസ് ആണ്. നോളൻ്റെ മൂവിയിൽ ഇത് അഭിനയിക്കുന്നത് മാറ്റ് ഡെമൺ എന്ന് പറയുന്ന ആക്ടർ, അമേസിങ് ആക്ടർ. അദ്ദേഹം ഇത്താക്ക എന്ന് പറയുന്ന ദ്വീപിൻ്റെ രാജാവാണ്. ട്രോജൻ യുദ്ധത്തിൽ ഇദ്ദേഹം 10 വർഷം പോരാടി ആൻഡ് ഇവൻച്വലി യുദ്ധം ജയിച്ചു. ഇനി അവർക്ക് എല്ലാവർക്കും തിരിച്ച് വീട്ടിലെത്തിയാൽ മതി. പക്ഷേ അദ്ദേഹം വീട്ടിലെത്താൻ വീണ്ടും 10 വർഷം കൂടി എടുത്തു. അതാണ് ഒഡീസി. ഇപ്പോൾ വലിയൊരു ചോദ്യം, എന്തുകൊണ്ട് മറ്റെല്ലാ രാജാക്കന്മാരും തിരിച്ചെത്തി, ഒഡീസിയസ് മാത്രം തിരിച്ചെത്തിയില്ല? എന്തുകൊണ്ട് 10 വർഷം കൂടി അലഞ്ഞു? അതിനുള്ള ഉത്തരമാണ് ഈ ഒഡീസി എന്ന് പറയുന്ന ബുക്ക്, അല്ലെങ്കിൽ ഒഡീസി എന്ന് പറയുന്ന നാളെ റിലീസാകാൻ പോകുന്ന ക്രിസ്റ്റഫർ നോളൻ്റെ മൂവി. പക്ഷേ ഈ ഉത്തരം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ട്രോജൻ യുദ്ധം എന്താണെന്ന് മനസ്സിലാക്കണം. കാരണം ഒഡീസിയുടെ തുടക്കം യുദ്ധം കഴിഞ്ഞ ശേഷമാണെങ്കിലും അതിൻ്റെ കാരണം യുദ്ധത്തിനുള്ളിലാണ്, ദ ട്രോജൻ വാർ. ഈ യുദ്ധം ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ യുദ്ധങ്ങളിൽ ഒന്നാണ്. പക്ഷേ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ യുദ്ധം ഭൂമി പിടിച്ചെടുക്കാൻ തുടങ്ങിയ ഒരു യുദ്ധമല്ല, സമ്പത്തിന് വേണ്ടി തുടങ്ങിയത് ഒരു യുദ്ധമല്ല, അധികാരത്തിനും വേണ്ടി തുടങ്ങിയ യുദ്ധമല്ല. മറിച്ച് ഒരു സ്ത്രീയുടെ പേരിലാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. ആ സ്ത്രീയുടെ പേരാണ് ഹെലൻ. പുരാതന ഗ്രീക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയായി അറിയപ്പെട്ടിരുന്നത് ഹെലൻ ഓഫ് സ്പാർട്ടയാണ്. നമ്മുടെ കേരളത്തിലിപ്പോൾ ഒരു ഹെലൻ ഓഫ് സ്പാർട്ട ഇറങ്ങിയിട്ടുണ്ട്. ആ ഹെലൻ ഓഫ് സ്പാർട്ടയല്ല, പക്ഷേ ഇതാണ് ശരിക്കുള്ള ഹെലൻ ഓഫ് സ്പാർട്ട. അവൾ സ്പാർട്ടയുടെ രാജ്ഞിയായിരുന്നു. അവളുടെ മെനലോസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2004 ബ്രാഡ് പിറ്റിൻ്റെ മൂവിയിൽ ഹെലൻ്റെ ഹസ്ബൻഡായ മെനലോസ് കൊല്ലപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് ഇവൻച്വലി മെനലോസ് കൊല്ലപ്പെടുന്നില്ല, ഗ്രീക്ക് ചരിത്രത്തിൽ കൊല്ലപ്പെടുന്നില്ല. ദാറ്റ്സ് വൺ ഓഫ് ദ പോയിൻറ്റ്സ് ദാറ്റ് യു വിൽ നോട്ടീസ് ഇൻ ടുമോറോസ് മൂവി. ഓക്കെ, സ്പാർട്ടയുടെ രാജാവാണ് മെനലോസ്. ഒരു ശക്തനായ രാജാവായിരുന്നു. പക്ഷേ ട്രോജൻ യുദ്ധത്തിൻ്റെ യഥാർത്ഥ നായകൻ മെനലോസ് അല്ല. നിങ്ങൾ ബ്രാഡ് പിറ്റിൻ്റെ 2004 ട്രോയ് മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഹൂ ഈസ് ദ റിയൽ ഹീറോ. സോ മെലനോസ് ഈസ് നോട്ട് ദ റിയൽ ഹീറോ ഓഫ് ട്രോയ്.
പക്ഷേ യുദ്ധം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇത് ഒരു സാധാരണ നഗരമല്ല. യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന വ്യാപാര കേന്ദ്രമാണ് ട്രോയ്. അതിസമ്പന്നം, അതിശക്തം, അജയ്യമായ മതിലുകൾ. ഇത് കാരണം കൊണ്ടാണ് ശരിക്കും ഈ യുദ്ധം തന്നെ 10 വർഷത്തോളം, ഈ ട്രോയ് വാർ അല്ലെങ്കിൽ ട്രോജൻ വാർ എന്ന് പറയുന്നത് 10 വർഷത്തോളം നീണ്ടുപോകാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അവിടുത്തെ അജയ്യമായ മതിലുകളാണ്. ഇവിടെയാണ് രാജകുമാരനായ പാരിസ് ജീവിച്ചിരുന്നത്. ഒരു ദിവസം പാരിസ് സ്പാർട്ട സന്ദർശിക്കുന്നു. പുരാതന ഗ്രീസിൽ അതിഥിയെ സ്വീകരിക്കുന്നത് വിശുദ്ധമായ ഒരു ആചാരമായിരുന്നു. നമ്മൾ ഇത് ഒഡീസി എന്ന് പറയുന്ന ബുക്കിൽ പലയിടത്തും നമ്മൾ കാണും. ഈവൻ നമ്മൾ കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചറായിട്ടുള്ള ഒരു അതിഥിയാണ് ഒരു രാജ്യത്ത് വരുന്നതെങ്കിൽ പോലും ആ അതിഥിയെ കാരണം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് സ്വീകരിച്ച് സൽക്കരിച്ച് അങ്ങനെ ഒരു രീതിയായിരുന്നു പുരാതന ഗ്രീസിൽ ഫോളോ ചെയ്തു വന്നിരുന്നത്. മെനലോസ് പാരീസിനെ ഒരു അതിഥിയെ പോലെ സ്വീകരിക്കുന്നു. പക്ഷേ പാരീസ് തിരികെ പോയപ്പോൾ ഒറ്റയ്ക്കായിരുന്നില്ല പോയത്. ഹെലൻ അവൻ്റെ ഒപ്പം പോയി, ട്രോയിലേക്ക് പോയി. ഇവിടെയാണ് ചരിത്രകാരന്മാർക്കും പുരാണ വിദഗ്ധർക്കും ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്. ശരിക്കും ഹെലൻ എന്ന് പറയുന്നത് ഒരു വില്ലൻ ക്യാരക്ടറാണോ അല്ലെങ്കിൽ പോസിറ്റീവ് ക്യാരക്ടറാണോ എന്നുള്ളത് ഒഡീസി എന്ന് പറയുന്ന പുസ്തകം വായിച്ചവർക്കറിയാം. ശരിക്കും ഹോമർ ഹെലനെ പ്ലേസ് ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് ക്യാരക്ടറായിട്ടാണ്. ഹെലൻ സ്വമേധയെ പോയതാണോ അല്ലെങ്കിൽ പാരീസ് അവളെ തട്ടിക്കൊണ്ടുപോയതാണോ, ഇത് ക്ലിയറായിട്ട് ഹോമറുടെ ഒഡീസിയിലും പറഞ്ഞിട്ടില്ല. പക്ഷേ മെലനോസിൻ്റെ കാഴ്ചപ്പാടിൽ ഇത് വലിയ ഒരു അപമാനമായിരുന്നു. ഗ്രീസിലെ പ്രശസ്ത വീരന്മാർ യുദ്ധത്തിനായി ട്രോയിൽ എത്തുന്നു. ആഗമെമ്നോൻ, മെനലോസ്, നെസ്റ്റോ, അജാക്സ്, ഡയമഡ്സ്, അതുപോലെ ഇത്താക്കയിലെ രാജാവ് ഒഡീസിയസ്. പുരാതന ഗ്രീക്ക് ലോകത്ത് ഏറ്റവും വലിയ യോദ്ധാവ് ഒഡീസിയസ് അല്ല, ഏറ്റവും ശക്തനായ മനുഷ്യൻ ഒഡീസിയസ് അല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നും ലോകം ഒഡീസിയസിനെ ഓർക്കുന്നത്? കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വാൾ അല്ലെങ്കിൽ ആയുധം ബുദ്ധിയായിരുന്നു. ഈ ഒരു കാര്യം ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ കാണുമ്പോഴും നമ്മൾ ഓർക്കണം. ഒഡീസിയസ് ശക്തി കൊണ്ടല്ല, ചിന്ത കൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നത്. അങ്ങനെ 100 കണക്കിന് കപ്പലുകൾ ട്രോയിലേക്ക് യാത്ര തുടങ്ങി. അവർ കരുതിയത് ഈ യുദ്ധം ചില ദിവസങ്ങൾക്കുള്ളിൽ തീരുമെന്നാണ്. പക്ഷേ ആ യുദ്ധം 10 വർഷം നീണ്ടു. ഈ 10 വർഷത്തിനോട് ഇടയിൽ 2 യോദ്ധാക്കൾ ചരിത്രത്തിൽ അമരന്മാരായി. ഒരാൾ ഗ്രീക്ക് സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ യോദ്ധാവ് അക്കിലീസ്, മറ്റേയാൾ ട്രോയിയുടെ ഏറ്റവും വലിയ രക്ഷകൻ ഹെക്ടോ. ഈ 2 പേരുടെയും ഏറ്റുമുട്ടൽ ഇന്നും ലോക സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ പോരാട്ടങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം ഓർക്കുക, ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ അക്കിലീസിൻ്റെ കഥയല്ല, ഹെക്ടറിൻ്റെയും കഥയല്ല, ഇത് ഒഡീസിയസിൻ്റെ കഥയാണ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ട്രോയ്. ഗ്രീക്ക് സൈന്യം 10 വർഷത്തോളം ട്രോയുടെ മുൻപിൽ തമ്പടിച്ചിട്ട് യുദ്ധം ചെയ്തിരുന്നുവെങ്കിലും ട്രോയെ തകർക്കാൻ അവർക്കായില്ല. അവിടെയാണ് ഒഡീസിയസ് എന്ന അതിബുദ്ധിമാൻ്റെ റെലവൻസ് നമ്മൾ കാണുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈവൻ ബ്രാഡ് പിറ്റിൻ്റെ 2004 ട്രോയ് മൂവിയിൽ നമ്മൾ കണ്ടതുപോലെ ഗ്രീക്കുകാർ ബിൽഡ് ചെയ്യുന്ന ട്രോജൻ ഹോഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒഡീസിയസിൻ്റെ ബുദ്ധിയായിരുന്നു. ഒഡീസിയസിനും കൂട്ടർക്കും കൃത്യമായിട്ട് അറിയാം, ഇവർ എത്ര വർഷം ഫൈറ്റ് ചെയ്താലും ട്രോയെ ഇവർക്ക് നശിപ്പിക്കാനാവില്ല. സോ ഫോഴ്സ് കൊണ്ട് ഇവർക്ക് ട്രോയെ നശിപ്പിക്കാനാവില്ല എന്ന ഫാക്റ്റ് ഈ ഗ്രീക്കുകാർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. സോ ഒഡീസിയസിൻ്റെ ബുദ്ധിയിൽ ഇവർ ഒരു ട്രോജൻ ഹോഴ്സ് അല്ലെങ്കിൽ ഒരു മരക്കുതിരയെ നിർമ്മിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഗ്രീക്ക് യോദ്ധാക്കൾ ഒളിച്ചു. മറ്റുള്ളവർ യുദ്ധം ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നതായി അഭിനയിച്ചു. സോ ട്രോജൻസ് വിചാരിച്ചത് ഗ്രീക്കുകാർ യുദ്ധത്തിൽ തോറ്റ് പിന്മാറിപ്പോയി എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ട്രോജൻ ഹോഴ്സ് അല്ലെങ്കിൽ ആ മരക്കുതിര വിജയത്തിൻ്റെ പ്രതീകമാണെന്ന് അവർ കരുതി ട്രോജൻസ് അവരുടെ നഗരത്തിന് ഉള്ളിലേക്ക് അത് കൊണ്ടുപോകുന്നു. സ്വയം വലിച്ച് ആ നഗരത്തിന് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. സോ ഇത്രയും നാൾ ഗ്രീക്കുകാർക്ക് പറ്റാതിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ നഗരത്തിനകത്ത് കടക്കുക എന്നുള്ളതായിരുന്നു. സോ ഇവരുടെ കോട്ടവാതിലുകളും മതിലുകളും അത്രത്തോളം ഭയാനകമായും ഭീകരമായതായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രീക്കുകാർക്ക് അവരുടെ നഗരത്തിനുള്ളിലേക്ക് കടക്കാനായിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ട്രോജൻ യുദ്ധം ട്രോജൻസ് വിജയിച്ചു എന്ന് വിചാരിച്ചു ഈ മരക്കുതിരയെ അവരുടെ നഗരത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയ ദിവസം, അന്നത്തെ രാത്രി നഗരം ഉറങ്ങിയപ്പോൾ ഗ്രീക്ക് യോദ്ധാക്കൾ മരക്കുതിരയിൽ നിന്ന് പുറത്തു വന്നു. അവർ വാതിലുകൾ തുറന്നു. പുറത്ത് കാത്തിരുന്ന ഗ്രീക്ക് സൈന്യം വീണ്ടും നഗരത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ
അവർ ട്രോയ് നഗരം കത്തിച്ചു. 10 വർഷം നീണ്ട ട്രോജൻ യുദ്ധം അവിടെ അവസാനിച്ചു. ഇവിടെയാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. ട്രോജൻ യുദ്ധം അവസാനിച്ചു, എന്നാൽ ഒഡീസി ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. കാരണം അതാണ് യഥാർത്ഥ കഥ. യുദ്ധത്തിന് ശേഷമാണ് ശരിക്കും യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. ഒരു മനുഷ്യൻ വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നു, എന്നാൽ ആ യാത്ര 10 ദിവസമല്ല, 10 മാസമല്ല, 10 വർഷം. അത് എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരവാണ് ഒഡീസി എന്ന് പറയുന്ന മൂവി. ട്രോജൻ യുദ്ധം അവസാനിച്ചു, പക്ഷേ ഒഡീസിയസ് ഇപ്പോഴും വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. ഇനി ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ കൂടുതൽ ആസ്വദിക്കാൻ ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ക്യാരക്ടർ ഒഡീസിയസ്. ഇത് ഇത്താക്കയുടെ രാജാവാണ്. ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി എന്ന് പറയുന്ന മൂവിയിൽ ഈ ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റ് ഡെമൺ. ട്രോജൻ യുദ്ധത്തിലെ ഗ്രീക്ക് സൈന്യത്തിൻ്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു ഒഡീസിയസ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഒഡീസിയസ് അക്കിലസ് അല്ല, ഏറ്റവും ശക്തനായ യോദ്ധാവല്ല, ഏറ്റവും വേഗത്തിൽ ഓടുന്നവനുമല്ല, ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന യോദ്ധാവുമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നും ലോകം ഒഡീസിയസിനെ ഓർക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി, ബുദ്ധി. ഒരു പ്രശ്നം വന്നാൽ മറ്റുള്ളവർ വാളെടുക്കും, പക്ഷേ ഒഡീസിയസ് ആദ്യം ചിന്തിക്കും. അതിനാലാണ് ഈവൻ അദീന ഗോഡസ്, ഗ്രീക്ക് ദേവനായ സിയൂസിൻ്റെ മകൾ, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ദെൻ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒഡീസിയസിൻ്റെ ഭാര്യയായ പെനലോപ്പ്. ക്രിസ്റ്റഫർ നോളൻ്റെ ഈ മൂവിയിൽ പെനലോപ്പ് എന്ന് പറയുന്ന ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്നത് ഹാത്വേ ആണ്, ആനെ ഹാത്വേ ആണ്. ലോക സാഹിത്യത്തിൽ വിശ്വസ്തതയുടെ ഒരു പ്രതീകമായിട്ടാണ് പെനലോപ്പ് അറിയപ്പെടുന്നത്. 20 വർഷം ഭർത്താവിൻ്റെ ഒരു വിവരവും ഇല്ല, എല്ലാവരും അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നു. പക്ഷേ പെനലോപ്പ് വിശ്വസിക്കുന്നത് ഒരേ ഒരു കാര്യം, അദ്ദേഹം തിരിച്ചു വരും. ഈ വിശ്വാസമാണ് അവളെ ഒഡീസിയിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നത്. പിന്നെ ഒഡീസിയിൽ നിങ്ങൾ കാണാൻ പോകുന്നൊരു കാര്യം, ഒഡീസിയസ് തൻ്റെ നാടായ ഇത്താക്കയിൽ ഇല്ലാത്ത സമയത്ത് സ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ലവേഴ്സ് ഉണ്ട്. ഒരു സെറ്റ് ഓഫ് ലവേഴ്സ് എന്ന് പറയുന്നത് പെനലോപ്പിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഉണ്ട്. അവരുടെ ചലഞ്ചസ് എല്ലാം പെനലോപ്പ് അതിജീവിക്കുന്നതായിട്ട് നമുക്ക് ഒഡീസിയിൽ കാണാൻ പറ്റും. സോ ഇതെല്ലാമാണ് ശരിക്കും പെനലോപ്പിനെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നത്, വിശ്വസ്തതയുടെ അടയാളമാക്കി മാറ്റുന്നത്. ഓൾറൈറ്റ്, ദെൻ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഈസ് ടെലിമാക്കസ്. ഒഡീസിയസിൻ്റെ മകനാണ് ടെലിമാക്കസ്. ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി മൂവിയിൽ ടെലിമാക്കസ് എന്ന് പറയുന്ന റോൾ പ്ലേ ചെയ്തിരിക്കുന്നത് ടോം ഹോളണ്ടാണ്. ഈ റോളിൻ്റെ ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് അവന് സ്വന്തം അച്ഛനെ ഓർമ്മയില്ല എന്നുള്ളതാണ്. കാരണം ഒഡീസിയൂസ് ട്രോജൻ വാറിലേക്ക് പോകുമ്പോൾ ടെലിമാക്കസ് ഒരു കുട്ടി മാത്രമായിരുന്നു. അത് കാരണം അവൻ്റെ അച്ഛനെ ഓർമ്മയില്ല. ശരിക്കും ഒഡീസി എന്ന് പറയുന്നത് ഒഡീസിയൂസിൻ്റെ തിരിച്ചുള്ള യാത്ര മാത്രമല്ല, വീട്ടിലേക്കുള്ള യാത്ര മാത്രമല്ല, ടെലിമാക്കസിൻ്റെ സ്വന്തം അച്ഛനെ അന്വേഷിക്കുന്ന യാത്രയും കൂടിയാണ് അത്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഗോഡസ് അദീന അല്ലെങ്കിൽ മിനർവ എന്ന് പറയുന്നത്. ഈ എല്ലാ ഗോഡ്സിനും ഗോഡസസ്മാർക്കും 2 നെയിംസ് ഉണ്ട്. ഒന്ന് ഗ്രീക്ക് നെയിം ആൻഡ് ദി അതർ ഈസ് ദി റോമൻ നെയിം. ഒഡീസി എന്ന് പറയുന്ന ബുക്കിൽ മോസ്റ്റ്ലി ഗ്രീക്ക് നെയിംസ് ആർ യൂസ്ഡ്, ബട്ട് അദീന എന്ന് പറയുന്ന ഗോഡസ് തന്നെ അതിൻ്റെ ശരിക്കുള്ള റോമൻ നെയിം എന്ന് പറയുന്നത് മിനർവ എന്നാണ് ആക്ച്വലി. സോ അദീന ഗോഡസ് ഒഡീസി മൂവിയിൽ അല്ലെങ്കിൽ ഒഡീസി ബുക്കിൽ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. ഈ കഥയിൽ ഒഡീസിയോസിൻ്റെ ഏറ്റവും വലിയ രക്ഷക ശരിക്കും അദീന ഗോഡസ് ആണ്. പലരും ചോദിക്കും ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. 2 പേരും ഒരേ കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, ബുദ്ധി ശക്തിയേക്കാൾ വലുതാണ് എന്നുള്ള കാര്യത്തിൽ. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഈസ് ദ പൊസൈഡോൺ ഗോഡ്. ഒഡീസിയിലെ ഏറ്റവും ശക്തനായ പ്രതിപക്ഷ ശക്തിയാണ് പൊസൈഡോൺ എന്ന് പറയുന്നത്. പൊസൈഡോൺ കടലിൻ്റെ ദേവനാണ്. പൊസൈഡോൺ ഒഡീസിയസിനെ വെറുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒഡീസിയസ് പൊസൈഡോണിൻ്റെ മകനായ പോളിഫെമസിനെ അന്ധനാക്കുന്നു എന്നുള്ളതാണ് ആക്ച്വലി. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഒഡീസിയസ് പൊസൈഡോൻ്റെ മകനെ അന്ധനാക്കിയതിന് ശേഷം പൊസൈഡോൺ ഒരു കാര്യം ഡിസൈഡ് ചെയ്യുന്നു, ഒഡീസിയസ് തിരിച്ച് വീട്ടിൽ എത്തരുത്. ഇതാണ് ശരിക്കും ഒഡീസിയുടെ പ്രധാന സംഘർഷം. ഇത് തന്നെയാണ് ഒഡീസിയൂസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച്. ട്രോജൻ വാറിന് ശേഷം തിരിച്ച് വീട്ടിൽ എത്തുന്നതിന് ഒഡീസിയൂസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഇതാണ്. കടലിൻ്റെ ദേവനായ പൊസൈഡോൺ ഡിസൈഡ് ചെയ്യുന്നു ഒഡീസിയൂസ് വീട്ടിൽ എത്തരുത് എന്നുള്ളത്. ദെൻ ദ നെക്സ്റ്റ് ക്യാരക്ടർ ഈസ്
the god of gods, Zeus. Zeus ഒഡീസിയസിനെ രക്ഷിക്കാൻ യുദ്ധം ചെയ്യുന്നില്ല. പക്ഷേ സിയൂസ്, ആസ് ഹി ഈസ് ദ ഗോഡ് ഓഫ് ഗോഡ്സ്, he can do a lot of things. So you will see it in the movie. Alright, then the next important character is the King Menelaus. ഒഡീസി എന്ന് പറയുന്ന മൂവിയിൽ മെനലോസ് എന്ന് പറയുന്ന ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്നത് ജോൺ ബെൻതാലാണ്. മെനലോസ് ഈസ് ദ കിങ് ഓഫ് സ്പാർട്ട, സ്പാർട്ടയുടെ രാജാവ്, ഹെലൻ്റെ ഭർത്താവ്. ട്രോജൻ യുദ്ധം ആരംഭിക്കാൻ നേരിട്ടുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. പക്ഷേ ഒഡീസിയിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് മറ്റൊന്നാണ്. ആക്ച്വലി ഒഡീസീസിനെ അന്വേഷിച്ച് തൻ്റെ മകൻ ടെലിമാക്കസ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആണ് ശരിക്കും മെനലോസിൻ്റെ റോൾ ഇവോൾവ് ചെയ്യുന്നത്. ദെൻ ഹെലൻ ഓഫ് സ്പാർട്ട, ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഇൻ ദ മൂവി. ഒഡീസി എന്ന് പറയുന്ന മൂവിയിൽ ഹെലൻ ഓഫ് സ്പാർട്ട ആയിട്ട് അഭിനയിക്കുന്നത് ലുപ്പിറ്റ ന്യോങ്കോ എന്ന് പറയുന്ന ആക്ട്രസ്സാണ്. ലുപ്പിറ്റ ന്യോങ്കോ എന്ന് പറയുന്നത് ഒരു ബ്ലാക്കിഷ് ആക്ടറാണ്. ഈ ക്യാരക്ടറിൻ്റെ കാസ്റ്റിംഗ് റിലേറ്റ് ചെയ്തിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ലുപ്പിറ്റ ന്യോങ്കോ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ആക്ട്രസ്സാണ്. സോ ഹെലൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായ പെൺകുട്ടിയായിട്ടാണ് ഹെലൻ അറിയപ്പെടുക. ഗ്രീക്ക് മിത്തോളജി പ്രകാരം അതൊരു വൈറ്റ് ക്യാരക്ടറാണ്, വൈറ്റ് പേഴ്സണാലിറ്റിയാണ്. സോ ക്രിസ്റ്റഫർ നോളൻ ഹെലൻ ഓഫ് സ്പാർട്ട ആയിട്ട് ലുപ്പിറ്റ ന്യോങ്കോയെ പ്ലേസ് ചെയ്തപ്പോൾ അതൊരു കോൺട്രവേഴ്സി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹെലൻ ഓഫ് സ്പാർട്ടയുടെ പേരിലാണ് ട്രോജൻ വാർ തന്നെ ആരംഭിക്കുന്നത്. പക്ഷേ ഒഡീസിയിൽ നമ്മൾ ഹെലനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. അവൾ യുദ്ധത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു, ഒഡീസിസിൻ്റെ ബുദ്ധിയെക്കുറിച്ച് ടെലിമാക്കസിനോട് പറയുന്നു. ആ രീതിക്കാണ് ശരിക്കും ഹെലൻ ഓഫ് സ്പാർട്ടയെ നമുക്ക് ഈ മൂവിയിൽ കാണാൻ പറ്റുക. ദെൻ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഈസ് ദ കാലിപ്സോ ഗോഡസ്. കാലിപ്സോ ഗോഡസ് ആണ് ശരിക്കും ഒഡീസിയസിനെ തൻ്റെ നാട്ടിലേക്ക് പോകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. സോ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് കാലിപ്സോ ഗോഡസ് ഒരു ഒജായ്ജിയ എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് താമസിക്കുന്നത്. പുള്ളിക്കാരത്തിക്ക് ഒഡീസിയസിനെ കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം. പുള്ളിക്കാരത്തി ഒരു ഗോഡസ് ആണ്, ഇമ്മോർട്ടലാണ്. ബട്ട് ഒഡീസിയസ് മോർട്ടലാണ്. കാലിപ്സോ ഗോഡസിൻ്റെ ആഗ്രഹപ്രകാരം ഒഡീസിയസിനെ ഇമ്മോർട്ടലായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ ഒഡീസിയസ് അതിന് വില്ലിങ് ആവുന്നില്ല. യു വിൽ സീ ഓൾ ദിസ്. ഐ എം നോട്ട് സ്പോയിലിംഗ് ദ ഫൺ ഓഫ് ദ മൂവി, ബട്ട് ദീസ് ആർ ദ പോയിന്റ്സ് ദാറ്റ് യു വിൽ സീ ഇൻ ദ മൂവി. സോ Calypso goddess is one of the other important characters in the movie. This role is played by one of my most favorite actress, Charlize Theron. Charlize Theron, the movies for the last 20 years I have been following, and somehow I really like her movies, and she has a unique position in Hollywood, I would say. ഒഡീസിയസിൻ്റെ യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം കാലിപ്സോ ഗോഡസ് ഒരു ദ്വീപിൽ ഒഡീസിയസിനെ തടഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതൊരു, ഞാൻ നേരത്തെ പറയുന്നതുപോലെ, പുള്ളിക്കാരത്തി ഒരു ദേവകന്യകയാണ്. അവൾ ഒഡീസിയസിനെ സ്നേഹിച്ചു. പക്ഷേ ഒഡീസിയസ് ഒരേ ഒരു കാര്യം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഹി വോണ്ട് ടു ഗോ ബാക്ക് ടു ഹിസ് ഹോം. ഇതൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഒഡീസി എന്ന് പറയുന്ന മൂവിയിൽ നമ്മൾ കാണാൻ പോകുന്ന മെയിൻ ക്യാരക്ടേഴ്സ്. ഒഡീസി എന്ന് പറയുന്ന ബുക്കിൽ ശരിക്കും ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. But these are the most important characters that you're gonna see in the Christopher Nolan's movie. ട്രോജൻ വാർ അവസാനിച്ചു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഒഡീസിയസ് നേരെ വീട്ടിലേക്ക് പോയില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരമാണ് ശരിക്കും ഒഡീസിയുടെ യഥാർത്ഥ തുടക്കം. ട്രോജൻ യുദ്ധം അവസാനിച്ചു, ട്രോയ് വീണു, ഗ്രീക്ക് രാജാക്കന്മാർ ട്രോയ് കത്തിച്ചു. അത് അവരുടെ ബുദ്ധി ഉപയോഗിച്ചെന്ന് പറയാം, ചതിയിലൂടെയാണെന്ന് പറയാം. സോ എനിവേ, ട്രോയ് ഹാസ് ഫോളൻ ഡൗൺ. ഗ്രീക്ക് രാജാക്കർ ഓരോരുത്തരും തിരിച്ച് സ്വന്തം അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. 10 വർഷത്തിന് ശേഷമാണ് എല്ലാവരും തിരിച്ച് അവരവരുടെ നാട്ടിലേക്ക് പോകുന്നത്. കാരണം ട്രോജൻ വാർ 10 ഇയേഴ്സോളം നീണ്ടു നിന്ന ഒരു യുദ്ധമാണ്. പക്ഷേ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് എത്തുമെന്ന് കരുതി. ബട്ട് അങ്ങനെ സംഭവിച്ചില്ല. ചിലർ സുരക്ഷിതമായി വീട്ടിലേക്കെത്തി, ചിലർ വഴിമധ്യേ മരിച്ചു. ചിലരുടെ രാജ്യങ്ങൾ അവരെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം മാറിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരിൽ ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ടത് ഒഡീസിയസ് ആയിരുന്നു. ഭൂപടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രോയിൽ നിന്ന് ശരിക്കും ഇത്താക്ക, ഒഡീസിയസിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഇത്താക്ക ആണ്. ട്രോയിൽ നിന്ന് ഇത്താക്കയിലേക്ക് വളരെ ദൂരം ഇല്ല,
പക്ഷേ ഒഡീസീസിന് ഇത്രയും വർഷം അലഞ്ഞു തിരിയേണ്ടി വന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒഡീസീസ് പൊസൈഡോണിൻ്റെ ദേഷ്യത്തിന് കാരണമാകുന്നു. അതിനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു. പൊസൈഡോൻ്റെ മകൻ ഒഡീസീസിനാൽ അന്ധനാക്കപ്പെടുന്നു. സോ അത് പൊസൈഡോൺ കടലിൻ്റെ ദേവനാണ്. ആ കടലിൻ്റെ ദേവൻ തൻ്റെ ആംഗ്രിനസ് ഒഡീസിയസിന് നേരെ കാണിക്കുകയാണ്. കടലിനെ അനുകൂലമാക്കാനും പ്രക്ഷുബ്ധമാക്കാനും കഴിയുന്ന ഒരു ശക്തി അത് പൊസൈഡോൻ്റേതായിരുന്നു. പൊസൈഡോൺ എന്ന് പറയുന്നത് ഗോഡാണ്. ആ പൊസൈഡോൻ്റെ ശക്തി ഉപയോഗിച്ച് പുള്ളി ഒഡീസീസിൻ്റെ യാത്രയിൽ പുള്ളിയെ തടസ്സപ്പെടുത്തുകയാണ്. ഒഡീസീസിനെ ഒരു കാരണവശാലും വീട്ടിലേക്ക് എത്തിക്കില്ല എന്നുള്ള തീരുമാനം പൊസൈഡോൺ ഗോഡ് എടുക്കുന്നു. അതിനുശേഷം ഒഡീസീസിൻ്റെ ഓരോ യാത്രയും ഒരു പരീക്ഷണമായിട്ട് മാറി. കടൽ അദ്ദേഹത്തിൻ്റെ ശത്രുവായി, കാറ്റ് അദ്ദേഹത്തിനെതിരെ വീശി, ഓരോ ദ്വീപും ഒരു പുതിയ വെല്ലുവിളിയായി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒഡീസി ഒരു സാഹസിക കഥ മാത്രമല്ല, ഇത് ഒരു മനുഷ്യനെ ജീവിതം വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്ന ഒരു കഥയാണ്. ചില പരീക്ഷണങ്ങൾ ശക്തിയുടേത്, ചിലത് ബുദ്ധിയുടേത്, ചിലത് പ്രലോഭനങ്ങളുടേത്, ചിലത് വിശ്വാസങ്ങളുടേത്, ചിലത് സ്വന്തം മനസ്സുമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ. അങ്ങനെ ഒഡീസി എന്ന് പറയുന്ന ആ യാത്രയിൽ വിചിത്രമായ ദ്വീപുകൾ നമുക്ക് കാണാൻ പറ്റും. അത്ഭുതകരമായ മനുഷ്യരെ കാണാം, ഭയപ്പെടുത്തുന്ന ജീവികളെ കാണാം, ദേവന്മാരെ കാണാം, ദേവകന്യകമാരെ കാണാം, പ്രലോഭനങ്ങളെ നേരിടാം. അവയിൽ ഓരോന്നും ഒഡീസിയസിന് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ അല്ല, മനസ്സിനെയാണ് പരീക്ഷിക്കുന്നത്. പക്ഷേ ഈ യാത്രയിൽ ഏറ്റവും വലിയ ശക്തി വാളല്ല, അത് ഒരു ഓർമ്മയാണ്. ഒഡീസിയസ് തൻ്റെ വീട് എന്ന് പറയുന്ന ഒരു ഓർമ്മ ആ ഓർമ്മയാണ് ഒഡീസിയസിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഒഡീസിയസ് എന്തുകൊണ്ട് വീണ്ടും വീണ്ടും എഴുന്നേറ്റ് യാത്ര തുടരുന്നു? കാരണം എന്ന് പറയുന്നത് ഇത്താക്കയിൽ അദ്ദേഹത്തെ ആരെങ്കിലും കാത്തിരിക്കുന്നു എന്നുള്ളൊരു ഓർമ്മയാണ്. പെനലോപ്പ്, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വൈഫ്, പ്രിയപ്പെട്ട പത്നി, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ടെലിമാക്കസ്, അദ്ദേഹത്തിൻ്റെ രാജ്യം. ഇതൊക്കെയാണ് ശരിക്കും ഒഡീസിയസിനെ ആ യാത്ര, ഇത്രയും ദുഷ്കരമായ യാത്ര, നമ്മുടെ കാലിപ്സോ ഗോഡസ് ഓഫർ ചെയ്തു, ഇമ്മോർട്ടൽ ആക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഒഡീസിയസ് അത് റെഫ്യൂസ് ചെയ്തിട്ട് ഇത്രയും ദുഷ്കരമായ യാത്രയിൽ ഇത്രയും ചലഞ്ചസ് അതിജീവിച്ച് തൻ്റെ നാട്ടിലേക്ക് പുറപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഓർമ്മകളാണ്. ഇവിടെയാണ് ശരിക്കും ഒഡീസി മറ്റു പല സാഹസിക കഥകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. മിക്ക കഥകളിലും നായകൻ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടാണ് യാത്ര പോകുന്നത്, ഒരു നിധി, ഒരു രാജ്യം, അല്ലെങ്കിൽ ഒരു അധികാരം. പക്ഷേ ഒഡീസിയസ് ഒന്നും നേടാൻ പോകുന്നില്ല. അദ്ദേഹം നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനാണ് ശ്രമിക്കുന്നത്. സ്വന്തം വീട്, കുടുംബം, സ്വന്തം ജീവിതം. അതാണ് ഒഡീസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് വിജയത്തെക്കുറിച്ചുള്ള ഒരു കഥയല്ല, തിരിച്ചു വരവിനെക്കുറിച്ചുള്ള ഒരു കഥയാണ്. ഇത്രയൊക്കെയാണ് ഒഡീസി എന്ന് പറയുന്ന ഈ കഥയുടെ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കഥയുടെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ട്രോജൻ വാർ എന്തുകൊണ്ട് നടന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഒഡീസിയസ് ആരാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ യാത്ര എന്തുകൊണ്ട് ഇത്രയും പ്രയാസകരമായി എന്ന് മനസ്സിലായി. ഇനി ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ കാണുമ്പോൾ ഒരു കാര്യം മാത്രം ഓർമ്മയിൽ വയ്ക്കുക. ഇത് ഒരു മനുഷ്യൻ വീട്ടിലെത്താൻ നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ യാത്രയാണ്. ഇപ്പോൾ ഒഡീസിയുടെ പശ്ചാത്തലം നമുക്ക് മനസ്സിലായി കാണും. ട്രോജൻ യുദ്ധം എങ്ങനെ തുടങ്ങി, എങ്ങനെ അവസാനിച്ചു എന്ന് നമ്മൾ കണ്ടു. ഒഡീസിയസ് ആരാണെന്ന് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ദേവന്മാരെയും യാത്രയുടെ പ്രാധാന്യത്തെയും നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. പക്ഷേ ഇനി ഒരു കാര്യം മാത്രം ബാക്കിയുണ്ട്. ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ എങ്ങനെ കാണും? ക്രിസ്റ്റഫർ നോളൻ സാധാരണയായി ഒരു കഥ നേരെ പറഞ്ഞു തരുന്ന സംവിധായകനല്ല. അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്രേക്ഷകരെ ചിന്തിപ്പിക്കും, ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിപ്പിക്കും. ഉത്തരങ്ങൾ ഉടനെ തരാറില്ല, ചിലപ്പോൾ ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താനും ആവില്ല. ഒഡീസി അതുപോലൊരു കഥയാണ്. അതുകൊണ്ട് ഈ സിനിമ കാണുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുന്നത് അനുഭവത്തെ കൂടുതൽ സമ്പന്നമാക്കും. ഇത് ഒരു യുദ്ധ സിനിമയല്ല. ട്രോജൻ യുദ്ധം ഈ കഥയുടെ പശ്ചാത്തലം മാത്രമാണ്, കഥയുടെ കേന്ദ്രമല്ല. ഈ സിനിമ ഒരു വിജയത്തെക്കുറിച്ചല്ല, ഇതൊരു തിരിച്ചുവരവിനെ കുറിച്ചാണ്. ഓരോ യുദ്ധത്തിന് ശേഷവും ഒരു മനുഷ്യൻ വീട്ടിലേക്ക് മടങ്ങാൻ എന്തൊക്കെ നഷ്ടപ്പെടുത്തണം എന്നതാണ് ഈ കഥയുടെ ചോദ്യം. ശക്തിയേക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം നൽകുക. അക്കിലീസ് ഒരു വാൾ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചു, പക്ഷേ ഒഡീസിയസ് ഒരു ആശയം ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതാണ് ഒഡീസിയസിനെ മറ്റ് നായകന്മാരിൽ നിന്നും വ്യത്യസ്തനാകുന്നത്. അതിനാൽ സിനിമയിൽ ഒഡീസിയസിൻ്റെ തീരുമാനങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഏത് രീതിക്കാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക. അവൻ എന്തുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ദെൻ ഒഡീസി ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു യാത്രയാണ്.
ഓരോ സ്ഥലവും ഒഡീസിയസിനെ മാറ്റുന്നു. അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനവും അദ്ദേഹത്തെ പുതിയ ഒരാളാക്കുന്നു. അതുകൊണ്ട് സിനിമ കാണുമ്പോൾ നമ്മൾ ശരിക്കും അടുത്ത സംഭവത്തിനായിട്ട് വെയിറ്റ് ചെയ്യാതെ ശരിക്കും ആ ഒരു യാത്ര അദ്ദേഹത്തെ എങ്ങനെ മാറ്റുന്നു എന്നതും ശ്രദ്ധിക്കുക. അതാണ് ശരിക്കും ഈ മൂവിയുടെ ഏറ്റവും പ്രധാനം ആക്ച്വലി. ആസ് ദിസ് ഇസ് നോട്ട് അബൌട്ട് എനി അതർ ഒബ്ജക്റ്റീവ്സ്. ഈ കഥ ഇന്നും എന്തുകൊണ്ട് പ്രസക്തമാണ് എന്നുള്ളത് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു കഥ എന്തുകൊണ്ട് ഇന്നും ലോകത്തെ ആകർഷിക്കുന്നു? കാരണം നമ്മളിൽ ഓരോരുത്തരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഒഡീസി അനുഭവിക്കുന്നവരാണ്. ചിലർ ജോലിക്കായി വീട് വിട്ടു പോകുന്നു, ചിലർ വിദ്യാഭ്യാസത്തിനായി വീട് വിട്ടു പോകുന്നു, ചിലർ യുദ്ധങ്ങളിലൂടെ പോകുന്നു, ചിലർ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഓരോരോ തരത്തിൽ നേരിടുന്നു. ഓരോരുത്തരുടെയും യാത്രകൾ വ്യത്യസ്തമാണ്. പക്ഷേ അവസാനം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. തിരിച്ചു വരണം, സ്വന്തം നാട്ടിലേക്ക് വരണം, സ്വന്തം സ്ഥലത്തേക്ക് വരണം, പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് വരണം. അതാണ് നമ്മുടെ വീടെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ അതാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒഡീസി ഒരു ഗ്രീക്ക് കഥ മാത്രം അല്ലാതായി മാറുന്നത്. ഇത് ശരിക്കും ഒരു മാനുഷിക കഥയാണ്. എല്ലാ കാലത്തെയും എല്ലാ മനുഷ്യരുടെയും എന്നും എല്ലാവർക്കും റെലവൻ്റ് ആയിട്ടുള്ള ഒരു എവർ ലിവിങ് സ്റ്റോറിയാണ് ഒഡീസി. സോ ഇപ്പോൾ നിങ്ങൾ ഈ ഒഡീസിയുടെ ലോകത്തെ പരിചയപ്പെട്ടു. ഇനി കഥയിലെ ഓരോ കഥാപാത്രത്തെയും കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അവരുടെ തീരുമാനങ്ങൾ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും പ്രധാനമായി ഈ മഹാകാവ്യത്തിൻ്റെ ആത്മാവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ മനഃപൂർവ്വം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഒഡീസിയസ് വീട്ടിൽ എത്തിയോ ഇല്ലയോ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ യാത്ര എങ്ങനെ അവസാനിച്ചു? ക്രിസ്റ്റഫർ നോളൻ ആ കഥ എങ്ങനെ അവതരിപ്പിച്ചു? ഈ ഉത്തരങ്ങൾ സിനിമ നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പോയി സിനിമ കാണൂ. എല്ലാവരും പോയി സിനിമ കാണൂ. Don't miss this chance, guys. This is an ultimate entertainment, all right? This is the peak of the entertainment. So never miss this. സിനിമ കാണൂ, എല്ലാവരും സിനിമ കാണൂ, ഒഡീസി നിങ്ങൾ ആസ്വദിക്കൂ. Alright guys, so I will also watch this movie and I will share my opinion. After watching the movie, I will compare the Homer's Odyssey with Christopher Nolan's Odyssey. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ.